അവൻ പോയതിൻ്റെ ശേഷമാണ് എനിക്ക് തീരെ വയ്യാതെ ആയത്. എനിക്ക് ഒരു അസുഖവും ഇല്ലാത്ത ആളാണ് ഞാൻ. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ലാത്ത ആളാണ് ഞാൻ. അങ്ങനത്തെ എപ്പോഴെങ്കിലും വല്ല ജലദോഷ പനിയൊക്കെ വരുന്ന ആളാണ്. പക്ഷെ മോൻ പോയതിൻ്റെ ശേഷം എനിക്ക് പ്രഷർ വന്നു. അത് എനിക്കറിയില്ല, ഈ പ്രഷർ ഷുഗർ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ഏതാണെന്ന്. അപ്പം ടെൻഷൻ കൊണ്ടാണ് എനിക്കത് വന്നതെന്ന് ഡോക്ടർ പറയും. ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് ഇപ്പൊ തോന്നണോ? അതൊക്കെ പറയണമെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. എനിക്ക് 4 പേരക്കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ആളാണ് ഞാൻ. ഈ എൻ്റെ വിജോയ് എന്ന് പറഞ്ഞവൻ, എൻ്റെ കുടുംബം ഇവിടെ തന്നെയായിരുന്നു. 10-12 പേരുണ്ടായിരുന്നു ഇവിടെ. അവരെ പോറ്റണം. അപ്പോൾ ഒരുപാട് അത്രയൊന്നും വരുമാനമില്ല. കടം വാങ്ങും, പലിശയ്ക്ക് പണം വാങ്ങും, എങ്ങനെയായാലും. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചതാണല്ലോ. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ ചെയ്തില്ല. മക്കളെ പഠിപ്പിക്കണം, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ സ്കൂളിൽ ചേർത്തി അപ്പം തൊട്ട് ട്യൂഷൻ ഉണ്ട് എൻ്റെ മക്കൾക്ക്. പക്ഷേ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അവർ 10 വരെയേ പഠിച്ചുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സെന്താ, ദൈവമേ എനിക്ക് എന്നെ പഠിപ്പില്ല. എൻ്റെ ഹസ്ബൻഡ് നല്ല പഠിപ്പാണ്. ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും മലയാളവും എല്ലാം അറിയുന്ന ആളാണ്. പുള്ളിയാണ് ആ മേലിരിക്കണത്. അത് പക്ഷെ അപ്പോൾ എനിക്ക് കുട്ടികൾ നല്ല പഠിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. അമ്മക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടണം.